വെൽക്കം ഓൾ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ടുള്ള പ്രിൻ്ററുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, അല്ലേ? പ്രിൻ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. എന്താ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പെർമനൻ്റ് ആയിട്ടുള്ള മാനറിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് പേപ്പറുകളിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. പെർമനൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേപ്പറിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് പ്രിൻ്റേഴ്സ്. അപ്പോൾ പ്രിൻ്ററുകൾ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസാണ്. അത് പെർമനൻ്റായി ഒരു പേപ്പറിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. Based on the technology used, they can be classified as impact, or non-impact printers. ആ പ്രിൻ്റ് ചെയ്യുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് അവയെ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ആർ യൂസ്ഡ് ദ ടൈപ്പ് റൈറ്റിംഗ് ഓർ പ്രിൻറ്റിംഗ് മെക്കാനിസം വേർ എ ഹാമർ സ്ട്രൈക്സ് ദ പേപ്പർ ത്രൂ എ റിബൺ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ടെക്നോളജിക്ക് അനുസരിച്ച് ഇമ്പാക്റ്റ് എന്നോ നോൺ ഇമ്പാക്റ്റ് എന്നോ തിരിക്കാം എന്ന് പറഞ്ഞു, അല്ലേ? ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്കകത്ത് ഒരു ടൈപ്പ് റൈറ്റിംഗ് മെക്കാനിസം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പ്രിൻ്റ് ചെയ്യുന്ന മെക്കാനിസവും പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവും. പ്രിൻ്റ് ചെയ്യുന്ന മെക്കാനിസവും ആ പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകും. അതായത് ഒരു ഹാമർ പോലുള്ള സാധനം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും വന്ന് പേപ്പറിലേക്ക്. നിങ്ങൾ അത്തരത്തിലുള്ള പ്രിൻ്ററുകൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ടൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഹാമർ വന്ന് പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യും, അല്ലേ? അപ്പോൾ ആ പേപ്പറിൽ ഒരു റിബൺ ഉണ്ടാവും. ആ റിബണിനെയാണ് പേപ്പറിലോട്ട് സ്ട്രൈക്ക് ചെയ്യിക്കുന്നത്. നമ്മൾ റിബൺ പേപ്പറിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഹാമർ വന്ന് ഈ റിബണിൽ വീഴുമ്പോൾ ആ റിബണും ഹാമറും പേപ്പറും കൂടെ അങ്ങ് ചേരുമ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രിൻ്റ് ചെയ്യേണ്ട സാധനം ആ പേപ്പറിൽ പതിയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ പ്രിൻ്റ് ചെയ്യുന്ന മെക്കാനിസവും പേപ്പറും തമ്മിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രിൻ്ററുകളെ നമ്മൾ വിളിക്കുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്നാണ്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററുകൾ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഡോട്ട് മാട്രിക്സിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കും. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻ്ററുകളെ വിളിക്കുന്ന പേരാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അതായത് പ്രിൻ്റ് ചെയ്യുന്ന മെക്കാനിസവും പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല. അത് വേറെ തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള പ്രിൻ്ററുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇമ്പാക്റ്റ് എന്നും നോൺ ഇമ്പാക്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പാക്റ്റ് മീൻസ് പ്രിൻ്റ് ചെയ്യുന്ന മെക്കാനിസവും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വരുന്നു എങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നാണ്. പ്രിൻറ്റിംഗ് മെക്കാനിസവും പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്നത് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ടെക്നോളജിക്ക് അനുസരിച്ച് പ്രിൻ്റ് ചെയ്യുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് പ്രിൻ്ററുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിൻ്ററിൻ്റെ ക്വാളിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന് റെസല്യൂഷനും മറ്റത് സ്പീഡും. But two factors that determine the quality of a printer are its resolution and its speed. Resolution എന്നും സ്പീഡ് എന്നും പറയുന്ന രണ്ട് ഫാക്ടേഴ്സാണ് പ്രിൻ്ററിൻ്റെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി തീരുമാനിക്കുന്നത്. റെസല്യൂഷൻ മീൻസ് DPI എന്ന് പറയും, നമ്മൾ ഡോട്ട്സ് പെർ ഇഞ്ച്. അതായത് ഒരു സാധനം പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചിനകത്ത് എത്ര ഡോട്ട് വരുന്നു. അതായത് ചില പ്രിൻ്ററുകൾ കണ്ടിട്ടില്ലേ,
കുത്ത് ഇത്തിരി അകലെ ആയിട്ടായിരിക്കും വരുന്നത്. അതിന് ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ റെസൊല്യൂഷൻ കൂടുമ്പോൾ, അതായത് ഒരു സ്ഥലത്ത് കൂടുതലായിട്ടുള്ള പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാളിറ്റി കൂടും അല്ലേ? അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡോട്ട്സ് പെർ ഇഞ്ചിലാണ് പറയുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ കൂടുമ്പോഴത്തേക്ക് ക്വാളിറ്റി കൂടും. ഇനി സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു ഫാക്ടറാണ് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററുകളൊക്കെ പോലുള്ള പ്രിൻ്ററുകൾ സ്പീഡ് കുറവായിരിക്കും. അതിനകത്ത് നമ്മൾ ഈ എത്ര പേജ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എത്ര പ്രിൻ്റ് എടുക്കാൻ കഴിയും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ സ്പീഡ് പറയുന്നത്. അത് ക്യാരക്ടർ പെർ സെക്കൻഡ്, ലൈൻസ് പെർ സെക്കൻഡ്, പേജ് പെർ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ യൂണിറ്റുകൾ പറയാം. CPS, LPM, PPM എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ പ്രിൻ്ററിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്ത് പറയും. അപ്പോൾ അത് ഈ റെസൊല്യൂഷനും സ്പീഡെന്നും പറയുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഒരു പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻ്ററുകളിൽ ആദ്യത്തെ ഒരു കാറ്റഗറി പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ ഈ മാർജിൻ ഫ്രീ ഷോപ്പുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രിൻ്ററുകൾ കാണാൻ കഴിയും. ഇതൊരു റിബൺ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻ്ററുകളാണ്. അതിനെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് ആർ സ്മോൾ ഇലക്ട്രോമാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് പിൻസ് ഇൻ ദ പ്രിൻ്റ് ഹെഡ് ആൻഡ് ആർ ലിങ്ക്ഡ് റിബൺ. ഒരു റിബൺ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അതിൻ്റെ ഒരു ഹെഡുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ സ്ട്രൈക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രിൻ്ററുകളൊന്നും ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ, അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് പ്രിൻ്ററാണിത്. അപ്പോൾ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിനകത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ പിന്നുകൾ വെച്ചിട്ടുണ്ട്. 9 പിന്നായിരിക്കും ചിലപ്പോൾ, ചിലത് 24 പിന്നും ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള പിന്ന് മാത്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തോട്ടൊന്ന് തള്ളി വരും. അപ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഹെഡ് റിബണും പേപ്പറും തമ്മിൽ സ്ട്രൈക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ പിന്നുകൾ മാത്രം ഈ റിബൺ വഴി പേപ്പറിൽ പതിയും അല്ലേ? വീണ്ടും ഡീആക്ടിവേറ്റ് ചെയ്യും ഈ പിന്നിന്. അടുത്ത ക്യാരക്ടറിന് വേണ്ടി വീണ്ടും ആക്ടിവേറ്റ് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും. വീണ്ടും ഡീആക്ടിവേറ്റ് ചെയ്യും, അടുത്ത ക്യാരക്ടറിന് വേണ്ടി ആക്ടിവേറ്റ് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ചില 9 പിന്നിലോ 24 പിന്നോ ഉള്ള ഹെഡുകളുണ്ടാവും. 24 പിന്നാകുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും. ഇത് സ്ലോ ആണ്, പ്രിൻറ്റിങ് സ്പീഡ് വളരെ കുറവാണ്. ഇനി നോയ്സിയാണ്, സൗണ്ട് കൂടുതലായിരിക്കും. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്യാഷ് കൗണ്ടറുകളിലൊക്കെ ആയിരിക്കും. കാരണം എന്താ, ഇതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് വളരെ കുറവാണ്. കാരണം ഒരു റിബണാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ? ആ റിബൺ ഉപയോഗിച്ചുകൊണ്ട് കുറേ ആൾ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പേജ് പ്രിൻ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് വളരെ കുറവാണ്. പ്രിൻറ്റിങ് കോസ്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രിൻ്ററുകൾ ഇങ്ങനെയുള്ള പർപ്പസുകൾക്കാണ് അധികം ഉപയോഗിക്കുന്നത്. പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. നമ്മുടെ സാധാരണഗതിയിലുള്ള പ്രിൻ്റ് എടുക്കുന്നത് പോലുള്ള പ്രിൻ്റുകളല്ല, പ്രിൻ്റ് ക്വാളിറ്റി കുറവാണ്. പക്ഷേ പ്രിൻറ്റിങ് കോസ്റ്റ് വളരെ കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രിൻ്ററുകളെ ഈ ക്യാഷ് കൗണ്ടറുകളിലാണ് അധികമായി ഉപയോഗിക്കാറുള്ളത്. ഇതാണ് ആദ്യത്തെ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. അടുത്ത രണ്ടാമത്തെ തരത്തിലുള്ള ഒരു പ്രിൻ്ററാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സ് ഫോം ദ ഇമേജ് ഓൺ ദ പേജ് ബൈ സ്പ്രേയിങ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് ഫ്രം ദ പ്രിൻ്റ് ഹെഡ്. അപ്പോൾ ഇത് ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. എന്താ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ പ്രത്യേകത? പ്രിൻറ്റിങ് മെക്കാനിസവും പേപ്പറുമായി ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു നോസിലുണ്ടാവും. ഈ നോസിലിനകത്ത് നിന്ന് ഈ ഇങ്ക്, ലിക്വിഡ് ടൈപ്പിലുള്ള ഇങ്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് പേപ്പറിലോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രിൻ്ററുകളാണ് നമ്മൾ സാധാരണഗതിയിൽ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? കളർ പ്രിൻ്ററുകളും ബ്ലാക്കിൽ മാത്രം അടിക്കുന്നത് നമ്മൾ മോണോക്രോം എന്ന് പറയും. മോണോക്രോം പ്രിൻ്ററുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ധാരാളം തരത്തിലുള്ള കളേഴ്സ് ഇതിന് പ്രിൻ്റ് ചെയ്യാൻ കഴിയും. സിയാൻ, യെല്ലോ, മജന്ത ആൻഡ് ബ്ലാക്ക്, ഇങ്ങനെ 4 കാറ്ററിഡ്ജുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ സിയാൻ കളറും യെല്ലോ കളറും മജന്ത കളറും ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കളറുകളുടെ എല്ലാം കോമ്പിനേഷൻ ഇത് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻ്ററുകളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഹോം പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഫോട്ടോ ക്വാളിറ്റിയിലുള്ള ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സും ഉണ്ട്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ ഫോട്ടോയൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രിൻ്ററുകളാണ്. അപ്പോൾ ഈ പ്രിൻ്ററുകൾ പ്രിൻ്റ് വന്നാൽ ഉടൻ തന്നെ നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ലിക്വിഡ് ടൈപ്പിലുള്ള ഇങ്കായതുകൊണ്ട് അതങ്ങ് അവിടെ പറ്റിപ്പിടിക്കും. നമ്മൾ തേച്ചാൽ അതിൻ്റെ ഇങ്ങോട്ട് പടർന്ന് പിടിച്ച് വരുന്നതാണ്. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ നമുക്ക് ആ പ്രിൻ്റ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പെട്ടെന്ന് ഉണങ്ങുന്നതിന് ശേഷം മാത്രം നമുക്ക് ആ പ്രിൻ്റ് ഉപയോഗിക്കാൻ കഴിയും. കാരണം ലിക്വിഡ് ടൈപ്പിലുള്ള ഇങ്കിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ ക്വാളിറ്റി പ്രിൻ്റേഴ്സും അവൈലബിൾ ആണ്. ഇത് പ്രിൻ്ററിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഈ ഒരു 2000 രൂപ 2500 രൂപയ്ക്കകത്തൊക്കെ ഈ പ്രിൻ്റർ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഇങ്ക് കാട്രിഡ്ജ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈ പ്രിൻറ്റിങ് കോസ്റ്റ് കൂടും. പ്രിൻ്ററിൻ്റെ കോസ്റ്റ് കുറവും പ്രിൻറ്റിങ് കോസ്റ്റ് കൂടുതലുമാണ്. പ്രിൻ്ററിൻ്റെ വില കുറവാണ്, പക്ഷേ ഒരു പേജ് പ്രിൻ്റ് ചെയ്യുന്നതിന് ചിലവാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ സാധാരണഗതിയിൽ നല്ല ക്വാളിറ്റി പ്രിൻ്റ് വേണ്ടിടത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നത്. കാരണം പ്രിൻറ്റിങ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അടുത്തതായിട്ട് നോക്കുന്നത് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. എ ലേസർ പ്രിൻ്റർ produces good quality output. The image to be printed is transferred to a drum using a laser beam. ഇപ്പോൾ നമ്മൾ ഒരു ലേസർ പ്രിൻ്ററിനകത്ത്, അതും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്, നല്ല ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻ്ററുകളാണ് ലേസർ പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ഇമേജിനെ ഒരു ഡ്രം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തേക്ക് പതിപ്പിക്കും. അത് ലേസർ ബീമിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രം എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനമായിരിക്കും, ഒരു റോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഈ റോളിനകത്തേക്ക് നമുക്ക് വേണ്ട ഇമേജിനെ അത് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഇതിനകത്തൊരു പൗഡർ ടൈപ്പിലുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടോണർ പൗഡർ എന്ന് പറയും. ഈ ടോണർ പൗഡറിനെ ഈ ഡ്രമ്മിനകത്തോട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ ഇമേജ് എവിടെയൊക്കെയാണോ പതിഞ്ഞിരിക്കുന്നത് അവിടെയൊക്കെ ഈ ടോണർ പൗഡർ വരും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇത് ഈ ഡ്രമ്മിൽ നിന്ന് വളരെ ഹീറ്റ് ചെയ്യിച്ച് ഇതിനെ ഒരു പേപ്പർ റോളിലോട്ട് മാറ്റും. അപ്പോൾ പേപ്പറിലേക്ക് ഇത് ഈ ചൂട് പിടിച്ചിരിക്കുന്ന പൗഡർ എന്ത് ചെയ്യും, പേപ്പറിലോട്ട് പതിയും. ബൈ റോളിങ് ദ പേപ്പർ ഓവർ ദ ഡ്രം. ഈ പേപ്പറിനെ ഡ്രമ്മിൽ കൂടെ റോൾ ചെയ്യിഞ്ഞെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇസ്തിരിയൊക്കെ ഇടുന്നത് പോലെ പേപ്പർ ചൂട് പിടിച്ച് വരും. നിങ്ങൾ ലേസർ പ്രിൻ്ററിനകത്തു നിന്ന് വരുന്ന പേപ്പർ കണ്ടിട്ടില്ലേ, നമ്മൾ ഇസ്തിരി ഇരിക്കുന്ന പോലെ നല്ല ചൂടായിട്ടായിരിക്കും ആ പേപ്പർ വരുന്നത്. അപ്പോഴെന്ത് ചെയ്യും, ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൗഡർ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും, നമ്മുടെ പേപ്പറിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമേജ് ഇവിടെ കാണാൻ പറ്റും. ദ ഹീറ്റിംഗ് ദ പൗഡർ ഈസ് ഫ്യൂസ്ഡ് ഓൺ ടു ദ പേപ്പർ. ഈ ഹീറ്റ് വലിയ ചൂടിലാണിത് വരുന്നത്. അപ്പോഴാണ് ഈ പൗഡർ ഇതിനകത്തോട്ട് പറ്റിപ്പിടിക്കുന്നത്. മോണോക്രോം ആൻഡ് കളർ ലേസർ പ്രിൻറ്റേഴ്സ് ആർ അവൈലബിൾ. മോണോക്രോം പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ മാത്രം പ്രിൻ്റ് ചെയ്യുന്നത്. കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് കളർ പ്രിൻ്റുകളും എടുക്കാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആണ്. കളർ ലേസർ പ്രിൻറ്റേഴ്സ് ആർ മൾട്ടിപ്പിൾ കളർ ടോണർ കാട്രിഡ്ജ്. നമ്മൾ നേരത്തെ ഇങ്ക്ജെറ്റ് പറഞ്ഞതുപോലെ തന്നെ വിവിധ കളറിലുള്ള വിവിധ ടോണർ കാട്രിഡ്ജുകൾ എന്തിനകത്തുണ്ടാവും, ഈ മൾട്ടിപ്പിൾ കളർ പ്രിൻ്റ് ചെയ്യുന്ന കളർ പ്രിൻ്ററുകൾക്ക് അകത്തുണ്ടാവും. അപ്പോൾ ഈ പ്രിൻ്റർ, ഇതിൻ്റെ കളർ പ്രിൻ്ററുകൾ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ മോണോക്രോം പ്രിൻ്ററുകൾ പ്രിൻറ്റിങ് കോസ്റ്റ് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. പ്രിൻ്ററിന് ഇച്ചിരി വില ഉണ്ടാവും, പ്രിൻറ്റിങ് കോസ്റ്റ് കുറവാണ്, ഫാസ്റ്റാണ്. PPM-നകത്താണ് ഇതിൻ്റെ സ്പീഡ് പറയുന്നത്, പേജ് പെർ മിനിറ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രിൻ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അങ്ങനത്തെ ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രിൻ്ററുകളെയാണ് ലേസർ പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്. പേജ് പെർ മിനിറ്റിലാണ് നമ്മൾ ഇതിൻ്റെ സ്പീഡ് പറയുന്നത്. അത്രയും സ്പീഡിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളാണ്. അതാണ് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രിൻ്ററാണ് തെർമൽ പ്രിൻ്റർ എന്ന് പറയുന്നത്. തെർമൽ പ്രിൻ്റർ പ്രൊഡ്യൂസേഴ്സ് പ്രിൻ്റഡ് ഇമേജസ് ബൈ സെലക്റ്റീവ്ലി ഹീറ്റിംഗ് ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ
വെൻ ഇറ്റ് പാസ് ഓവർ ദ തെർമൽ പ്രിൻ്റ് ഹെഡ്. ഒരു തെർമൽ പ്രിൻ്റ് ഹെഡിൽ കൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള പേപ്പറിലാണിത് പ്രിൻ്റ് ചെയ്യുന്നത്. ആ പേപ്പറിനെ വിളിക്കുന്നത് തെർമൽ പേപ്പറുകൾ എന്നാണ്. അപ്പോൾ ഈ തെർമൽ പേപ്പറുകൾ കോട്ടിംഗ് ഉണ്ടാവും, ഒരു പേപ്പറിന് ഒരു കോട്ടിംഗ് ഉണ്ടാവും. ഈ പ്രത്യേക തരത്തിലുള്ള പ്രിൻ്റ് ഹെഡ് വഴി പാസ് ചെയ്യുമ്പം ഇത് ഹീറ്റ് ചെയ്ത് ആ സാധനം മാത്രം, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ബ്ലാക്ക് കളറിലാവും. അങ്ങനെയുള്ളൊരു പ്രത്യേക തരത്തിലുള്ള പേപ്പറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ ആ പ്രിൻ്റ് ഹെഡിൽ തെർമൽ ഹെഡിൽ കൂടെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ആ പേപ്പറിൻ്റെ കോട്ടിംഗ് ടേൺസ് ബ്ലാക്ക്. അതായത് ഏത് ഏരിയ ആണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ആ ഏരിയ മാത്രം എന്ത് കളറിലാവും? ബ്ലാക്ക് കളറിലാവും. തെർമൽ പ്രിൻ്റേഴ്സ് പ്രിൻ്റ് ക്വൈറ്റ് ആൻഡ് ഫാസ്റ്റർ ദാൻ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ദേ ആർ ആൾസോ സ്മോളർ, ലൈറ്റർ ആൻഡ് കൺസ്യൂംസ് ലെസ് പവർ. വളരെ ചെറിയ പവർ മാത്രമേ എടുക്കത്തുള്ളൂ, കോസ്റ്റ് വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള പ്രിൻ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മിക്കവാറും ഒക്കെ ബില്ലിംഗ് പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രിൻ്ററുകളാണ്. അതേപോലെ ഈ പോയിൻ്റ് ടു സെയിൽ ടെർമിനലുകൾ, അതേപോലെ നിങ്ങളിത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക KSRTCയുടെ ടിക്കറ്റ് മെഷീനിലെ, അത് ഇത്തരത്തിലുള്ള ഒരു തെർമൽ പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രത്യേകതരം പേപ്പറിലാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്, കണ്ടിട്ടില്ലേ? ആ ടിക്കറ്റ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള പ്രിൻ്ററുകളെ വിളിക്കുന്ന പേരാണ് തെർമൽ പ്രിൻ്ററുകൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പ്രിൻ്ററുകളുടെ ഒരു കമ്പാരിസണാണ് നിങ്ങൾ ആ ഇതിൽ കാണുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്: ലേസർ ജെറ്റ് പ്രിൻ്റർ, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. അതിൽ ആദ്യത്തെ ഒരു ഫീച്ചർ പ്രിൻറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് എന്നുള്ളതാണ്. ഏതാണ് പ്രിൻറ്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? ലേസറിൽ എന്താ ഉപയോഗിക്കുന്നത്? ഇങ്ക് പൗഡറാണ്, അത് ടോണർ പൗഡർ. ഇങ്ക് ജെറ്റ് പ്രിൻ്ററിലോ ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കും. തെർമൽ പ്രിൻ്ററുകളിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ഡോട്ട് മാട്രിക്സിനകത്ത് ഇങ്ക് റിബണാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇനി എങ്ങനെയാണത് പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ലേസർ പ്രിൻ്ററുകളിനകത്താണെങ്കിൽ പൗഡേർഡ് ഇങ്കിനെ ഫ്യൂസ് ചെയ്ത് പേപ്പറിലോട്ട് പതിപ്പിക്കും. ലിക്വിഡ് ഇങ്ക് ഇങ്ക് ജെറ്റിലാകുമ്പം ഇങ്ക് സ്പ്രേ ചെയ്ത് പഠിപ്പിക്കും. തെർമൽ പ്രിൻ്ററിലാകുമ്പോഴോ തെർമൽ പേപ്പറിനെ ഹെഡിൽ കൂടെ മൂവ് ചെയ്യിച്ച് പതിപ്പിക്കും. ഇനി ഡോട്ട് മാട്രിക്സിനകത്താകുമ്പോഴോ ഈ നമ്മുടെ പ്രിൻ്റ് ഹെഡിനെ പേപ്പറിലോട്ട് റിബൺ വഴി പുഷ് ചെയ്ത് പേപ്പറിൽ പിടിപ്പിക്കും. ഇനി പ്രിൻറ്റിംഗ് സ്പീഡ്, ലേസർ പ്രിൻ്റേഴ്സിന് ഒരു 20 പേജൊക്കെ ഒരു മിനിറ്റിൽ പ്രിൻ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ക് ജെറ്റിലാണെങ്കിലോ 1 മിനിറ്റിൽ 6 പേജ് വരെ പ്രിൻ്റ് ചെയ്യും. തെർമൽ പ്രിൻ്റേഴ്സിലാണെങ്കിൽ ഒരു 150 mm റിബണിൽ നീളമാണ് പേപ്പറിൻ്റെ, അത്രയുമൊക്കെ ഒരു സെക്കൻഡിൽ അങ്ങോട്ട് പോകും. ഇനി 30 to 550 ക്യാരക്ടർ വരെ ഒരു സെക്കൻഡിൽ പ്രിൻ്റ് ചെയ്യാനുള്ള കഴിവാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകൾക്കുള്ളത്. ഇനി ക്വാളിറ്റി, ഏതിൻ്റെ ക്വാളിറ്റി ആയിരിക്കും കൂടുതൽ? ലേസർ ജെറ്റിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഇനി ഇങ്ക് ജെറ്റിൻ്റെ പ്രിൻറ്റിങ് ക്വാളിറ്റിയും ഗുഡായിരിക്കും. പിന്നെ തെർമൽ പ്രിൻ്റേഴ്സിനാണെങ്കിലോ പ്യുവർ ക്വാളിറ്റി അത്ര നല്ല പ്രിൻറ്റിങ് ആയിരിക്കത്തില്ല. ഇനി ഡോട്ട് മാട്രിക്സിനകത്തും പ്യുവർ ക്വാളിറ്റി പ്രിൻറ്റിങ് ആയിരിക്കും. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഫാസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിയും, ഹൈ പ്രിൻ്റ് ക്വാളിറ്റിയാണ്. ഇങ്ക് ജെറ്റാണെങ്കിലോ ഹൈ പ്രിൻ്റ് ക്വാളിറ്റി ഉണ്ടാവും, അതോടൊപ്പം പ്രിൻറ്റിംഗ് കോസ്റ്റ് കൂടുതലാണെങ്കിലും ഡിവൈസ് കോസ്റ്റ് കുറവാണ്. ഇനി തെർമൽ പ്രിൻ്റർ ആണെങ്കിലോ സ്മോളറാണ്, ലൈറ്ററാണ്, പവർ കൺസംഷൻ കുറവാണ് എന്നുള്ളതാണ്. അതിൻ്റെ പോർട്ടബിളാണ്, കൊണ്ടു നടന്ന് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈപ്പിലുള്ളതാണ്. ഇനി ഡോട്ട് മാട്രിക്സിലാണെങ്കിൽ പ്രിൻ്റ് ക്വാളിറ്റി വളരെ ചീപ്പാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലേസർ പ്രിൻ്ററുകളെന്ന് പറഞ്ഞാൽ ഈ ലേസർ പ്രിൻ്ററുകളിൽ അധികം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പേപ്പർ ജാം എന്ന് പറയുന്നത്. അതായത് ഈ പേപ്പർ ഇങ്ങനെ ഹീറ്റ് ചെയ്യിച്ചല്ലേ വിടുന്നത്, അപ്പോൾ ചിലപ്പോൾ ഈ പേപ്പറുകൾ അതിനകത്ത് കുടുങ്ങിപ്പോവും. അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ക് വളരെ എക്സ്പെൻസീവാണ്. അതുമല്ല, കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ ഈ ഇങ്ക് അവിടെ ലിക്വിഡ് ടൈപ്പിലുള്ളതാണ്, അത് കട്ട പിടിച്ചു പോകും. ഇനി തെർമൽ പ്രിൻ്റേഴ്സിനകത്ത് എന്ന് പറയുന്നത് ഈ പ്രത്യേക തരത്തിലുള്ള പേപ്പർ വേണം. തെർമൽ പേപ്പറിലേ അത് പ്രിൻ്റ് ചെയ്യുള്ളൂ, അല്ലാതെ നമ്മുടെ നോർമൽ പേപ്പറിൽ അത് പ്രിൻ്റ് ചെയ്യുമോ? ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുകളിലുള്ള പ്രത്യേകത എന്താണ്? ഇനിഷ്യൽ എക്സ്പെൻസ് കൂടുതലാണ്, കാരണം ഡോട്ട് മാട്രിക്സിൻ്റെ പ്രിൻറ്റിംഗ് കോസ്റ്റ് കുറവാണെങ്കിലും പ്രിൻ്റർ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഈ കമ്പാരിസണാണ് നോക്കിയത്. നമ്മൾ പഠിച്ച 4 പ്രിൻ്ററുകളുടെയും കമ്പാരിസണാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ബേസ് എന്ന് പറയുന്ന പ്രിൻ്ററിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അറിയേണ്ടത്.